ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ദുരന്തം നടന്ന ദിവസം പ്രദേശത്തെ ബേക്കറി കടയ്ക്കുള്ളിൽ മലവെള്ളം ഒഴുകിയെത്തുന്ന CCTV ദൃശ്യങ്ങളാണ് റിപ്പോർട്ടിന് ലഭിച്ചത്. Please, average it. ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ 20ാം ദിവസവും തുടരുക തന്നെയാണ്. ഫയർഫോഴ്സും NDRFുമാണ് ഇപ്പോൾ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. 119 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ദീപക് മോഹൻ ഇന്നത്തെ തിരച്ചിലിന്റെ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ തിരച്ചിൽ 20ാം ദിവസത്തിൽ എത്തിയിരിക്കുമോ? ഫയർഫോഴ്സും NDRFും തിരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. എന്താണിപ്പോൾ നൽകാവുന്ന വിവരങ്ങൾ? എവിടെയാണിപ്പോൾ തിരച്ചിൽ? സ്മൃതി, കഴിഞ്ഞ ദിവസം ഈ ചൂരൽമല മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിൽ തെരച്ചിൽ കേന്ദ്രീകരിച്ചിരുന്നു. മാത്രമല്ല, ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് തൊട്ടു താഴെ കാന്തൻപാറ ഒപ്പം വനമേഖലയിലുമെല്ലാം വിശദമായ തിരച്ചിൽ നടന്നിരുന്നു. എന്നാൽ ഇന്ന് അത്ര വിശദമായ രീതിയിലുള്ള തിരച്ചിലുകൾ ഈ മേഖലയിൽ നടക്കുന്നില്ല. സന്നദ്ധ പ്രവർത്തകരും NDRFും ഫയർഫോഴ്സ് അടങ്ങുന്ന സംഘവും ഈ മേഖലയിലുണ്ട്. വലിയ പാറക്കല്ലുകൾ വന്ന് അടിഞ്ഞുകൂടിയ പ്രദേശത്ത് നിന്ന് അത് മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഈ ഭാഗത്തുണ്ടായിരുന്ന ഹിറ്റാച്ചികളും JCBകളും എല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റി. അതിനിടയിലാണ് ഈ ദുരന്തം നടന്ന അന്ന് രാത്രിയിലെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടർ TVക്ക് ലഭിച്ചത്. അതായത് ഈ ചൂരൽമല മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടി ഒഴുകിയെത്തുന്ന സമയത്ത് ചൂരൽമല അങ്ങാടിയിലെ ഒരു കടയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണിത്. ഈ കടയിൽ ആ സമയം ഒരാൾ കിടന്നുറങ്ങുകയായിരുന്നു. ആ കടയിലെ ഒരു ജോലിക്കാരൻ കിടന്നുറങ്ങുന്നതിനിടെയാണ് ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഈ വെള്ളം വന്ന് കടയ്ക്കകത്തേക്ക് അടിച്ചു കയറുന്ന ദൃശ്യങ്ങൾ നമുക്ക് CCTVകളിൽ വളരെ വ്യക്തമായി കാണാം. ആ സമയത്ത് അവിടെ ഒരാളുണ്ടായിരുന്നു. ലാമിയ എന്ന് പറയുന്ന ചൂരൽമല അങ്ങാടിയിലെ ഒരു ബേക്കറിയാണിത്. ആ ബേക്കറിയിൽ ഇത്തരത്തിലുള്ള ബേക്കറി വസ്തുക്കൾ നിർമ്മിച്ച് കൊടുക്കുന്ന ഒരു യൂണിറ്റാണ്. അതിനകത്ത് കിടന്നുറങ്ങുകയായിരുന്ന ഒരു മലപ്പുറം സ്വദേശിയായ നാസർ എന്ന് പറയുന്ന ആളാണ് ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ആ ഭാഗത്ത്, അതായത് ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് പുഞ്ചിരിമട്ടവും കഴിഞ്ഞ് ചൂരൽമലയിലെ പാലം ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒലിച്ചുപോയി. അതിനോട് സമീപത്തുള്ള ആ പ്രദേശത്തെ ഒരു കടയാണിത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. വളരെ ഭയാനകമായ ദൃശ്യങ്ങളാണ്. ചെളി വന്ന് അടിഞ്ഞ് കയറുകയും മാത്രമല്ല ഈ കടയ്ക്കകത്തുള്ള ഉപകരണങ്ങളെല്ലാം ഇളകിപ്പോകുന്നതും പ്രകമ്പനം കൊള്ളുന്നതും ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ കടയുടെ ഉടമസ്ഥനായ നിഷാദിന്റെ സഹോദരൻ ഷെരീഫ് ചേരുന്നുണ്ട്. ഈ കടയ്ക്കകത്ത് ആളുണ്ടായിരുന്നു? അപ്പം നമ്മളെ പണിക്കാരുണ്ടായിരുന്നു ഇവിടെ, മലപ്പുറം സ്വദേശി നാസർ പറഞ്ഞാണ്. പുള്ളിക്കാരനാണ് ഫസ്റ്റ് നമുക്ക് വിളിച്ചത്, ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആളെങ്ങനെ പുറത്തേക്ക് രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് അവിടെ പരിക്കുണ്ടോ? ആളെ ചെസ്റ്റിനൊക്കെ വേദന എന്ന് പറയണ്ടായിരുന്നു. ആള് മരമൊക്കെ വന്ന് അടിച്ചിട്ട് എന്താണെന്നറിയില്ല. പിന്നെ ആളെ രക്ഷപ്പെട്ട് പുറത്തേക്ക് എത്തി. പിന്നെയാണ് ഫുള്ള് മെഷീനറീസും ഫുള്ള് ഒന്നുമില്ല. അതിൽ ഫുള്ള് കാര്യം ബാഗത്തെ കിച്ചണ് ജനറേറ്റർ എല്ലാം ഒളിച്ചു വരുന്നത്. നാസർ ഇപ്പോൾ മാറിയോ? ക്യാമ്പിൽ നിന്ന് മാറിയോ? നാസർ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത്. സ്മൃതി, ഈ കടയുടമയുടെ സഹോദരൻ ആൾ പറയുന്നത് പോലെ തന്നെ വലിയ തോതിലുള്ള ചളി വന്ന് അടിഞ്ഞു കൂടിയിരിക്കുകയാണ് ഇപ്പോഴും ആ കടയ്ക്കകത്ത്. കടയ്ക്കകത്തുള്ള മിഷനറീസ് എല്ലാം തന്നെ നശിച്ചു. ഒപ്പം അതിനിടയിലാണ് ഈ അകത്ത് കിടന്നുറങ്ങുന്ന ആൾ പുറത്തേക്ക് ഓടിയിറങ്ങുന്നതിന്റെ ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആ വളരെ ഭയാനകമായ ദൃശ്യം. ആൾ ജീവനോടെ രക്ഷപ്പെട്ടു. അദ്ദേഹം വീട്ടിലിപ്പോൾ ചികിത്സയിലാണ്. അതിനിടയിലാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചത്. ഏതായാലും വലിയ ഒരു ദുരന്തത്തിന്റെ നേർക്കാഴ്ചയായ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടർ TVയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സ്മൃതി, ശരി. കടയിലേക്ക് മലവെള്ളം ഒഴുകിയെത്തിയ ആ ദുരന്ത രാത്രിയിലെ ദൃശ്യമാണിപ്പോൾ CCTVയിൽ പറഞ്ഞത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.